കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDF മുന്നണി വിട്ട് UDF മാറുമോ എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ച മുഴുവനും. സത്യം പറഞ്ഞാൽ ഈ ചർച്ച തികച്ചും മാധ്യമ സൃഷ്ടിയായിരുന്നു. LDF മുന്നണിയുടെ ഒരു യോഗത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രധാന നേതാവെന്ന നിലയിൽ ജോസ് കെ മാണി പങ്കെടുക്കേണ്ടതായിരുന്നു. എന്നാൽ കേരള കോൺഗ്രസിന്റെ 3-4 MLA മാർ ഉൾപ്പെടെ ജോസ് കെ മാണി ദുബായിലേക്ക് വളരെ അടുത്ത ഒരാളെ കാണുവാൻ പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുമാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ അംഗം കൂടിയാണല്ലോ. ഈ LDF മുന്നണി യോഗത്തിൽ ജോസ് കെ മാണിയുടെ അസാന്നിധ്യം ഒരു വാർത്തയാക്കാമെന്ന് ഏതോ ഒരു റിപ്പോർട്ടർക്ക് കത്തി. വാർത്ത വന്നു വീണതും സംഭവം ആളി കത്തി. പിന്നെ മാധ്യമ റിപ്പോർട്ടർമാർ ഓരോ നേതാക്കന്മാരുടെയും പ്രതികരണം എടുക്കാനായി നടക്കുകയും മുന്നണി വിടുമോ ഇല്ലയോ എന്ന ചർച്ചകളും മറ്റുമായി വാർത്തകൾ നിറച്ചു. ആദ്യമേ മുന്നണി വിടുമോ എന്ന ചർച്ചയും പിന്നെ മുന്നണി വിടാത്ത പാർട്ടിയെക്കുറിച്ചുള്ള ചർച്ചകളുമായി മാധ്യമങ്ങൾ അവരുടെ 1-2 ദിവസം അതിജീവിച്ചു. മാധ്യമ റിപ്പോർട്ടർമാർക്കും പൊതുജനങ്ങൾക്കും എല്ലാം തന്നെ ഈ വാർത്തയ്ക്കുള്ളിൽ ഒരു കഴവുമില്ലെന്ന് അറിയാമായിരുന്നു. പക്ഷേ മൈലേജ് ഉള്ള ഒരു വാർത്തയും വെറുതെ വിടാൻ കഴിയില്ല. മാക്സിമം അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുകയും റീച്ച് നേടുകയും വേണം. ഏതായാലും സംഭവ കോലാഹലങ്ങൾക്ക് അവസാനം ജോസ് കെ മാണി തന്നെ ആ പ്രഖ്യാപനം നടത്തി. LDF മുന്നണി വിട്ട് UDF എത്തുവാൻ ഒരു ആലോചനയുമില്ല. കേരള കോൺഗ്രസിനെ ഒരു ഘട്ടത്തിലും എടുക്കില്ല എന്നോ വിളിച്ചില്ല എന്നോ പ്രതികരിക്കാതിരുന്ന, വന്നാൽ കുഴപ്പമില്ല എന്നോ സ്വീകരിക്കുമെന്ന മനോഭാവം പ്രകടിപ്പിച്ച UDF നേതാക്കളെ ആട്ടിവിട്ടതിന് തുല്യമായിരുന്നു ജോസ് കെ മാണിയുടെ ഈ പ്രഖ്യാപനം. എന്നാൽ ഇതിനൊക്കെ ശേഷവും കേരള കോൺഗ്രസ് എമ്മിനെ UDF എടുക്കില്ല എന്നോ അവർ LDF തന്നെ തുടർന്നാലും UDF പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ നേടുമെന്ന് ഉറച്ചു പറയുവാനും ഒരു UDF നേതാവും തയ്യാറാകുന്നില്ല. UDF നേതാക്കളുടെ പ്രതികരണങ്ങളിൽ എല്ലാം തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ തലോടിയുള്ള വർത്തമാനമാണ് കാണുവാൻ കഴിയുന്നത്. UDF ഇവിടെ നാണം കെടുകയാണോ അതോ UDF ഇതിന് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ടോ? കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിന് മുൻപായി മുന്നണി